നമ്മൾ മറ്റേ ആഡ്സ് ഗൂഗിൾ ആഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ ആഡ്സ് കൺവേർട്ട് ചെയ്യാതൊക്കെയുള്ള കാരണം എന്തൊക്കെയാന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രോഡ് ടാർഗറ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ ഏതൊരു ബ്രാൻഡിന് വേണ്ടി പരസ്യം ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെതായ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നതിന് പകരം ഒരു ബ്രോഡ് ഓഡിയൻസിലേക്കാണ് നമ്മൾ പരസ്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ആഡ് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത കുറവാണ് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഗൂഗിൾ ആഡ്സ് ചെയ്യുമ്പോൾ നെഗറ്റീവ് കീവേഡ്സ് ആഡ് ചെയ്യാതെ നിൽക്കുക എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു അപ്ഡേഷൻ പ്രകാരം നെഗറ്റീവ് കീവേഡ്സിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. കാരണം എക്സാക്ട് കീവേഡ്സ് കുറച്ചും കൂടി മീനിങ് ആയിരിക്കണം, പ്രൈസ് മാച്ച് കുറച്ചും കൂടി ബ്രോഡ് രീതിക്ക് മാറിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യുകയാണെങ്കിൽ മാക്സിമം നെഗറ്റീവ് കീവേഡ്സ് ആഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മൂന്നാമത്തെ കാര്യം ജിയോ ടാർഗറ്റ് ചെയ്യാതെ നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മളൊരു ആഡ് റൺ ചെയ്യുന്ന സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ നമ്മൾ ജിയോ ടാർഗറ്റിംഗ് നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനം, അതിന്റെ ഒരു സറൗണ്ടിങ്ങിലുള്ള സ്ഥലത്ത് മാക്സിമം എന്ത് ചെയ്യുക, ആഡ് റൺ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. പിന്നെ നാലാമത്തെ കാര്യം കറക്റ്റ് ആയിട്ടുള്ള ആഡ് കോപ്പികൾ കൊടുക്കാതെ നിൽക്കുക എന്നുള്ളതാണ്. അഥവാ നമ്മളെ ടാർഗറ്റ് ഓഡിയൻസിനെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ആഡ് കോപ്പി എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് കൺവേർട്ട് ചെയ്യാൻ സാധ്യത കുറവാണ് എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ടാർഗറ്റ് ഓഡിയൻസിനെ മനസ്സിലാക്കി അവരുടെ പെയിൻ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പരസ്യങ്ങൾ സെറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. പിന്നെ അഞ്ചാമത്തെ കാര്യം, നമ്മൾ ആഡും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുമ്പോഴേ നമുക്ക് ഏറ്റവും രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഡിയൻസ് ടാർഗറ്റ് എന്ന് പറയുന്നത് ലുക്ക് ലൈക്ക് ഓഡിയൻസ് ആണ്. അഥവാ നമ്മളെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത ആളുകൾ, ലീഡ് തന്ന ആളുകൾ, അവരൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ലുക്ക് ലൈക്ക് ഓഡിയൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാതെ പരസ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺവേർഷൻ റേറ്റ് കുറയുന്നതാണ്. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യുക, ലുക്ക് ലൈക്ക് ഓഡിയൻസിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പരസ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്.